ഒരു നിമിഷം. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞ എനിക്ക് സന്തോഷവും കൂടാതെ വളരെ ആശ്ചര്യവും തോന്നും. കാരണം പ്രവീൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ദിവസത്തിനകത്ത് പ്ലാൻ ചെയ്തൊരു മീറ്റിംഗാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും രാജ്യം എന്നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല മേഖലകളിലും ഉണ്ട്. നമ്മുടെ ബാങ്കേഴ്സ് ഉണ്ട്, സെയിൽസ്മാൻസ് ഉണ്ട്, IT ഉണ്ട്, എല്ലാം ഉണ്ട്, ബിസിനസ്മാൻ ഉണ്ട്. ഇവരൊക്കെ സമയം കണ്ടെത്തി ഇവിടെ ഒത്തുചേരുക എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമാണ്. അത് നമ്മളുടെ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് മാത്രമല്ല, ശ്രീ അബ്ദുൽ ഗഫൂറിനോട് നമുക്ക് എല്ലാവർക്കുമുള്ള സ്നേഹവും ആദരവും അതിൽ പ്രകടമാണ്. പ്രവീൺ എന്ന പേരിൽ ഒരാൾ വിളിച്ച് ഞാൻ അന്ന് പ്രവേശിച്ചായിരുന്നു, സാറിനെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ചിട്ടും ഈ പ്രവീണിന്റെ മുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം ഇവിടെ വന്ന പ്രവീണിന്റെ മുഖം കണ്ടപ്പോൾ 4 പേര് ഒരുമിച്ച് കൂടി ഒരു 4 തൊട്ട് 6 വരെ അവിടെ നിന്ന് വർത്താനം. അപ്പോഴൊക്കെ ഞാൻ സെറ്റിൽമെന്റിനെ കുറിച്ചും പലർക്കും സെറ്റിൽമെന്റിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന അതിന് AC സാറാണ് അതിൻ്റെ കവിത, എൻ്റെ സംഗീതം ആവട്ടെ. ഇനി അവന് സോറി ഞങ്ങൾ പകർന്നു തന്ന കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. ഉണ്ടായിരുന്നങ്ങളൊക്കെ അന്ന് ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു ടീച്ചറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ട് പിള്ളേർ നല്ല സ്ഥാനത്തെത്തി നമ്മളെ കാണുമ്പോഴാണ്. ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട്സിൽ തന്നെ, ക്ലാസ്മേറ്റ്സിൽ തന്നെ പലരെയും വളരെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. ഇങ്ങനൊരു മൊമെന്റ് നമ്മൾ 92-ല് 93-ലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു മൊമെന്റ് ഉണ്ടാകും എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ഡ്രീം പോലെയാണ്. എന്താ പറയാ, ഈ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ വന്നു ഓരോരോ ഫീൽഡിൽ. സാറുമാരെ നമുക്ക് ഈ പരിപാടിയിൽ കിട്ടിയെന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. വരാൻ കാണിച്ച മനസ്സ് തന്നെ വലിയ മനസ്സാണ്. നമ്മുടെ കൂടെ പഠിച്ചവർ തന്നെ പലരും പല പൊസിഷനിലും നല്ല പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഞാനും ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളതാണ്. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട്, സപ്പോർട്ട് കൊണ്ട് ഇവിടെ വരെ എത്തി. കാണാൻ കഴിഞ്ഞാലും കാണാനും കൂടാനും ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ആ ഒരു സ്പിരിറ്റിൽ മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ ഇതൊന്നും അറിയാത്തത്. അപ്പോൾ ആ സ്പിരിറ്റിൽ തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ മുമ്പോട്ട് പോകണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആവേശത്തട്ടി വന്നാൽ പുറയിലേക്ക് ഏതായാലും ഈ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. വന്ന സാറുമാർക്കും ടീച്ചർമാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ കൂടാൻ അവസരം ഉണ്ടാകട്ടെ. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികളെ ഇരിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ മോൾ ഇവിടെ ഒന്ന് രണ്ടെന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹം. അതേപോലെ ഇരിക്കണം അല്ലേ, ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഐജോൺ സാറിന്റെ, മുതുപ്പൂര്യൻ സാറിന്റെ ഗൈഡൻസിലൂടെ വന്ന ഒരു അനുഗ്രഹം കൂടി ഇവർക്കുണ്ട്. എനിക്ക് ഓർമ്മ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാണ്ടാകുമ്പോൾ ആദ്യത്തെ ബീബിലടിക്കും, ഗെറ്റ് ഔട്ട്. പുറത്ത് സിംഹത്തിനെ പോലെ ഏതാടാണ് പുറത്ത് നിൽക്കണ അവനിട്ട് കണ്ട് കൊടുക്കണം എന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ഐറ്റം സാർ. വടിയൊന്നും ഉണ്ടാവൂല, പുറകിലൊക്കെ ഒളിപ്പിച്ചു വെച്ചൊക്കെ
അപ്പൊ നമ്മള് ആ സമയത്ത് ബാഗി പാൻറ്റൊക്കെ അല്ലെ, ഭയങ്കര ലൂസുള്ള ബാഗി പാൻറ്റും മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ബാഗി പാൻറ്റും ഷൂസ് മണിഞ്ഞ് ആ പിന്നെ 100cc ബൈക്കും പൂജാപട്ടും വേണം. ഇതൊക്കെയാണ് പൂജാപട്ടൊക്കെ ഇട്ട് നമ്മ നടക്കണം. ഈ ബാഗി പാൻറ് സാർ ഇങ്ങനെ വലിച്ചു പിടിക്കും, തൊടേനോട് ചേർക്കും, പതുക്കൊന്ന് കൊട്ടും. ഓക്കെ ആണോ? അടിയോടടി. അത് കഴിഞ്ഞപ്പോൾ ഫെലിക്സ് സാറ് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ശിക്ഷിച്ചിട്ട് നിൽക്കൽ അതിലുണ്ടാകുന്ന ആനന്ദം. സത്യത്തിൽ അതിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ഫ്രൂട്ട്സ് എന്ന് നിങ്ങൾ കാണുന്നത്. ആ ഇട്ട സീഡിന്റെ ഫ്രൂട്ട്സ് തന്നെയാണ് കാണുന്നത്. അതെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ വേർഷനിലൂടെ ഇന്ന് കടന്നു പോകുന്നത്രേ ഉള്ളൂ. ഓരോ ജനറേഷൻ വരുമ്പോഴും ഉണ്ടാകുന്ന അതിൻ്റെ എൻഹാൻസ്മെന്റും ഡെവലപ്മെന്റ്സും വെച്ചിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഫോണില്ലേ, വീട്ടിൽ എൻ്റെ മദർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാധനമാണ് ഇതിൻ്റെ മൊത്തം പ്രശ്നം. ഏത് സാധാ ഫോൺ. അത് കഴിഞ്ഞ് നമ്മൾക്ക് മൊബൈൽ ഫോൺ വന്നു. സാധാരണ മൊബൈൽ, മറ്റേ സ്മാർട്ട് ഫോണൊന്നുമല്ല. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞു തുടങ്ങി, ഈ സാധനമാണ് ഇതിനിങ്ങനെ ആക്കി. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ്. പിന്നെ ചോദിക്കും കാകളി അറിയോന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആകെ പറഞ്ഞ കളകള അറിയൂല, അരുവിയിൽ അരുപൃതം, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അപ്പൊ കാകളി അറിയോ? അങ്ങനത്തെ ഇടക്ക് ഓർക്കാറുണ്ട്. ഫെലിക്സ് സാർ എന്നെ ഗിറ്റാർ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മയില്ല, അങ്ങനെ ഒരു അബദ്ധം സാറ് ചെയ്തിട്ടുണ്ട്. എല്ലാതും പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി, ഒന്നും നടന്നില്ല, തീർക്കാൻ പറ്റിയില്ല. പിന്നെ കരിയറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അക്കാഡമിക്സിൽ ചിലപ്പോൾ കുറച്ച് വീക്കായിരിക്കാം. എന്നാലും ജോൺ സാറ് ഒരു ഹി വാസ് മോർ ദാൻ എ ഹെഡ് മാസ്റ്റർ. സാറ് മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പിള്ളേരെ എങ്ങനെ സ്പോർട്ട് ചെയ്യണം എന്ന് വളരെയധികം കെയർ ചെയ്തിരുന്ന ഒരു ഹെഡ് മാസ്റ്റർ കൂടിയാണ്. അങ്ങനെയാണ് ഞാൻ ബാസ്കറ്റ് ബോളിൽ വരുന്നതും. രാവിലെ തന്നെ സാറ് ഇടക്ക് ഷോർട്സ് ഒക്കെ ഇട്ട് കളിക്കാൻ വരും. ഓർമ്മയുണ്ട് സാറിന്? കോളേജുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള മുഖങ്ങൾ, അവരുടേതായിട്ടുള്ള പല പല സ്വഭാവത്തിലുള്ള ആളുകൾ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ ആംഗ്ലോ സെറ്റിൽമെന്റ് സ്കൂളിൽ പഠിച്ച സമയത്താണ്. നമുക്കിപ്പോൾ എങ്ങനെ പറയാൻ മനസ്സിലാക്കാം, എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊട്ടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു സ്നേഹം, ആ ഒരു അടുപ്പും ഒക്കെ സെറ്റിൽമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എടുത്തു പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രോച്ചാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലാണെന്ന് തോന്നി, ഈ അബീഷ് എൻ്റെ മുടി അന്ന് ഞാൻ 7ാം ക്ലാസ് വരെ എൻ്റെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടേക്കായിരുന്നു. 7ാം ക്ലാസ്സിൽ വെച്ചാണ് മുടി ഒന്ന് വളർത്തി തുടങ്ങിയത്. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ അബീഷൊക്കെയാണ് ഇരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഉള്ളിൽ മുടി ഇങ്ങനെ വെച്ചിട്ട് ബ്ലേഡ് വെച്ചാൽ ഇങ്ങനെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ശരി, ഓക്കെ. 19 ഗോവയിൽ നമ്മൾ 2 പിള്ളേരാണ്. വൈഫ് അവിടെ പടവൂരാണ് വീട്. ഞാൻ എൻ്റെ സ്കൂൾ ഇങ്ങനെ അല്ല, ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയല്ല. ഇത് അങ്ങനെ ഒരു സംഭവമേ നമ്മളില്ല. നമ്മൾ സാധുമാര് പറയുന്ന കാര്യം അവരുടെ അടിയും കൊണ്ട് ചെയ്യുന്നു, അല്ലാണ്ട് തിരിച്ചൊന്നും പറയാനോ അല്ലാണ്ട് അതിനുള്ള കഷ്ടം നമുക്കില്ല. ഇവിടെ വന്നു വേണ്ടി കുറവൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. ചെയ്താലേ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ നീ ചെയ്തത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതൊന്നും കൂടി മെച്ചപ്പെടുത്തി അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. कमी नहीं
ജനസഞ്ചയത്തിൻ്റെ രക്തമായി തിളങ്ങുവാൻ. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കാരിമ്പിന്റെ തൊണ്ടാണു കണ്ടതയ്യ, തൊണ്ടാണു കണ്ടതയ്യ. ആകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണി കരളിലെന്ന്, കൊടുങ്കാടാണ് കൊടുങ്കാടാണി കരളിലെന്ന്. ആക്ടർ സാറിന്റെ നടിയൊക്കെ കിട്ടിയേ ഇരുന്ന് കഴിയുമ്പോ ടീച്ചർ വരും. അപ്പൊ ഓരോ പത്തിയോട്ട് അടുത്തത് കിട്ടും.